നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്ന് പഞ്ചമി, വരാഹിയമ്മയുടെ ദിവസം. കൃഷ്ണപക്ഷത്തിൽ വരുന്ന തേയ്പ്പിറ പഞ്ചമി. പഞ്ചമി തിഥി ടൈമിങ്സ് പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചോളുക. കാര്യസിദ്ധി നേരവുമുണ്ട്. പഞ്ചമി തിഥി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് നോക്കിയാൽ ഏപ്രിൽ 17 വ്യാഴാഴ്ച. ഇന്ന് ഉച്ച കഴിഞ്ഞ് 1:25 PM മുതൽ ഏപ്രിൽ 18 വെള്ളിയാഴ്ച നാളെ ഉച്ച കഴിഞ്ഞ് 2:22 PM വരെയാണ് പഞ്ചമിതിഥി ഉള്ളത്. ഇനി കാര്യസിദ്ധി സമയം നോക്കാം. രാത്രി 10:45 PM ടു 11:45 PM വരെയാണ് കാര്യസിദ്ധി നേരം ഉള്ളത്. ഇന്നത്തെ വീഡിയോ എന്താച്ചാല് ഒത്തിരി അർബുദമായ ഒരു പതിവ്. ഈ മെത്തേഡ് വന്നിട്ട് എൻ്റെ ഗുരുപത്നിയിൽ നിന്നും ലഭിച്ചതാണ്. ഞാൻ എല്ലാം ചെയ്യുന്നതും എൻ്റെ ഗുരുവിൻ്റെ ആശീർവാദത്തോടു കൂടിയാണ്. വരാഹിയമ്മയുടെ ഒരു നാമത്തെ ചൊല്ലി എനിക്ക് സക്സസ് ആയ ഒരു വിഷയമാണ് ഇന്നത്തെ പതിവിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഒത്തിരി എമർജൻസി സിറ്റുവേഷൻസ്, ദാറ്റ് മീൻസ് വലിയ വലിയ പ്രോബ്ലംസ് വരുമില്ലേ, അതുപോലെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നു. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഈ വഴിപാട് ചെയ്തതിലൂടെ. ഗുരുപത്നി അമ്മ എനിക്ക് പകർന്നു തന്ന വഴിപാടാണിത്. നിന്റെ പ്രശ്നങ്ങള് ഒത്തിരി വലുതാണേല്, മീൻസ് കൂടുതലാണേല്, ഇത് വന്നിട്ട് ഞാൻ പറയുന്ന മാതിരി നീ ഒന്ന് ചെയ്തു നോക്ക്. ചുമ്മാ സാധാരണ രീതിക്ക് നീ ചെയ്യ്, അതിൻ്റെ പാട്ടിന് അത് ശരിയായി വരും എന്ന് ഗുരുപത്നി അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഒരു വഴിപാട് മുറ. ഒരു ഭയങ്കരമായ പ്രോബ്ലത്തിൽ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഞാനിത് ചെയ്തു. അത് വന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അളവിന് ഒരു മാജിക് തന്നെ കൊണ്ടുതന്നു. പിന്നെ വേറൊന്ന്, ചുമ്മാ ചെറിയ ചെറിയ വിഷയങ്ങൾ നിറയെ ഇരുന്നാലും ഇത് ഞാൻ അടിക്കടി യൂസ് ചെയ്യില്ല. എപ്പോഴാവത് പ്രോബ്ലത്തിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ, എന്നെ കൊണ്ട് അത് പറ്റില്ല, ഭയങ്കരമായി മാട്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിലേ ഞാനിത് ചെയ്തു നോക്കിയാലോ എന്ന് എനിക്കേ മനസ്സിന് തോന്നും. ആ സിറ്റുവേഷനിലാണ് ഞാനിത് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ കൃത്യമായിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നുമില്ല, അമ്മയുടെ പേരിന് വന്നിട്ട് ഏത് അളവിന് ശക്തി ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാമല്ലോ. ഒരു വയറുവേദന വന്നാൽ കൂടെയും അമ്മയുടെ ഒരു നാമം ചൊല്ലിയിട്ട് കിടന്നാൽ മതി. അങ്ങനെയേ ശരിയായിടും സിസ്റ്റർ, വരാഹിയമ്മയെ ശരണം എന്ന് പറഞ്ഞിട്ട് കിടന്ന് എണീക്കുമ്പോഴേ പ്രശ്നങ്ങളെല്ലാം ശരിയായി എന്ന് ഇന്ന് ഈ നിമിഷം വരേക്കും ഒത്തിരി സഹോദരിമാര് വാട്സപ്പില് മെസ്സേജ് ചെയ്യുന്നത് ഞാൻ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ എത്രയോ മിറാക്കിൾ നടന്നിട്ടുണ്ട്. ഇത് എന്താച്ചാല് ഈ മുറ നിങ്ങൾ അറിഞ്ഞു വച്ചോളുക, മനസ്സിലാക്കിക്കോളുക. നിങ്ങൾക്ക് ഏതൊരു ആപത്കാലത്തില്, ഒരു മുഖ്യമായ സിറ്റുവേഷനില് നിങ്ങൾക്കിത് ഉപയോഗപ്പെടും. ഇത് ചെയ്യുന്നതിന് എന്തൊക്കെ പൊരുൾ വേണം, എപ്പോൾ ചെയ്യണമെന്ന് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ പതിവ് പകർന്നു തരുന്നതിന് കാരണം വാട്സപ്പ് മെസ്സേജസ് ആണ്. ഒത്തിരി പ്രോബ്ലംസിൽ കൂടി കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകൊടുക്കാൻ എനിക്ക് ആവില്ല. അതിനാലെയാണ് ഞാൻ ഈ വഴിപാട് ഇന്ന് തന്നെ ചെയ്ത് കാണിക്കുന്നത്. സപ്പോസ് ഈ വീഡിയോ കാണുന്നവർക്ക് ഏതോ ഒരു എമർജൻസി സിറ്റുവേഷൻ ഇരിക്കാം. നാളേക്ക് രാവിലേക്കുള്ളിൽ ഇത്ര മണിക്കുള്ളിൽ ആർക്കെങ്കിലും പണം കൊടുക്കണം, അങ്ങനെ ഒരു പ്രശ്നത്തിലിരിക്കുന്നു. ഒത്തിരി നാളായിട്ട് മനസ്സിലെ ഒരു വിഷയം ഓടിയിട്ടേ ഇരിക്കുന്നു. അതിനൊരു തീർപ്പ് വരാഹിയമ്മ
തരുമോ എന്ന് കരുതിയിട്ട് കൂടെ നിറയെ പേർക്ക് ഒത്തിരി വിഷയം മനസ്സിൽ ഓടിയിട്ടിരിക്കും. ഇന്ന് തന്നെ ഈ വിഷയം നിങ്ങളോട് പറയണമെന്ന് മനസ്സിലേ തോന്നി. ഇന്നലെ ഉറങ്ങും മുന്നേ തീരുമാനിച്ചു, നാളെ ഇത് എല്ലാവർക്കും പകർന്നു കൊടുക്കണം. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് വന്ന് യൂസ് ആകുമെന്ന് മനസ്സിൽ വരാഹിയമ്മ എനിക്ക് തോന്നിപ്പിച്ചതാവും. സോ ഇത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു. ഇതിനു വേണ്ടിയ പൊരുൾകൾ എന്താണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയത് ഒരു മഞ്ഞ കളറ് നൂലാണ്. അത് നമ്മൾ കഴുത്തിലൊക്കെ കെട്ടുമില്ലേ. ഇപ്പോൾ മഞ്ഞ കളർ നൂല് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വെള്ള കളർ നൂലില് മഞ്ഞപ്പൊടി വെച്ച് പൂശി അത് ഉണക്കിയെടുത്താലും മതി. ഒരു മഞ്ഞ കളർ നൂല്, പിന്നെ ഒരു തേങ്ങ, മഞ്ഞൾപ്പൊടി, കുങ്കുമം, ഇത്രയുമാണ് തേവപ്പെടുന്ന പൊരുൾകള്. എനിക്ക് 2-3 കാര്യങ്ങൾക്ക് കൈ കൊടുത്ത വിഷയമാണിത്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അവർക്ക് വന്നിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ 50,000 റുപ്പീസ് ആവശ്യം വന്ന് എന്നോട് ചോദിച്ചു. ഒത്തിരി നല്ല ടൈപ്പ്, നല്ല ക്യാരക്ടർ, നല്ല ഓണസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാള്. ഞാൻ അവർക്ക് ക്യാഷ് കൊടുത്തു. എന്നാൽ അവരുടെ സിറ്റുവേഷൻ ഒത്തിരി വേസ്റ്റ് ആയതിനാല് അവർക്ക് അത് വന്നിട്ട് അവൾ എന്നോട് പറഞ്ഞ സമയത്തിന് എനിക്ക് തിരിച്ച് തരാൻ അവർക്ക് പറ്റിയില്ല. അവര് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ലോക്കായി പോയി. ബട്ട് എനിക്ക് വന്നിട്ട് എന്താ, പൈസ അത്യാവശ്യം. എനിക്ക് അവരോട് കമ്പൽ ചെയ്തൊന്നും ചോദിക്കാനും പറ്റത്തില്ല. അവരെ ധർമ്മസങ്കടത്തിലാക്കാനും എനിക്ക് കഷ്ടമായിട്ട് തോന്നി. കാരണം അവര് കറക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പണം തിരിച്ചു തരുമെന്ന് എനിക്ക് 100% ഷുവർട്ടി ഉള്ള ഒരാള്, നന്നായിട്ട് അറിയാം. അങ്ങനെ സിറ്റുവേഷനിൽ ഞാൻ എല്ലാം അറിഞ്ഞും അവരെ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. അതിനാല് എനിക്കും ഒരു വലിയ സങ്കടമായിപ്പോയി. മനസ്സിന് ഒത്തിരി കഷ്ടമായി പോയി. ഫ്രണ്ട്സ്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തീർച്ചയായും ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അങ്ങനെ ഈ സിറ്റുവേഷനിൽ ഇരുന്നപ്പോൾ ഞാൻ ഗുരുപത്നി അമ്മയെ സമീപിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, എനിക്ക് ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. പണത്തിന് അത്രയ്ക്കും അത്യാവശ്യം, വേറെ റെഡിയാക്കാനൊന്നും പറ്റില്ല. സോ അവര് ആ പണം തിരിച്ചു തന്നാല് അത് വെച്ച് എനിക്ക് റൊട്ടേഷൻ ചെയ്യാം. ഇനി എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അമ്മേ. ഞാനേ കഷ്ടപ്പെട്ട് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഒരു മുറയാണിത്. നീ ഇതുപോലെ നിനക്ക് ഒത്തിരി പ്രശ്നത്തിലിരിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷനിൽ നീ ലോക്കായി ഇരിക്കുമ്പോൾ നീ വന്നിട്ട് ഇത് ചെയ്ത് നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് ഈ മെത്തേഡ് അമ്മ എനിക്ക് പകർന്നു തന്നത്. അമ്മ അതെനിക്ക് ചെയ്ത് കാണിച്ചു തരികയാണ് ചെയ്തത്. ഞാനിത് നിനക്ക് ചെയ്ത് കാണിച്ചു തരാം, ചുമ്മാ നീ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു മഞ്ഞ ചരടെടുത്തു. അവരുടെ വീട്ടിലിരുന്നത് തന്നെയാണ്, നമ്മൾ കഴുത്തിലൊക്കെ കെട്ടുന്ന ചരടില്ലേ, കാണുന്നുണ്ടല്ലോ നിങ്ങള്. ഒരു മഞ്ഞ ചരടെടുത്തു. മഞ്ഞ ചരടില്ലാച്ചാല് വെള്ള ചരടെടുത്തിട്ട് മഞ്ഞൾ തടവിയും ഇത് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞ് നീ വരാഹിയമ്മയുടെ പേരും പറഞ്ഞ് ഈ ചരടില് മുടിച്ചിലിട്ട് വയ്ക്കാനാണ് അമ്മ പറഞ്ഞത്. ചുമ്മാ ഒരു 9 മുടിച്ചിലിട്ട് വയ്ക്കുക. അമ്മ അതെനിക്ക് 9 മുടിച്ചിലിട്ട് കാണിച്ചു തരികയും ചെയ്തു. ഞാനതിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾക്ക് അറിയാമല്ലോ, കയ്യിലൊക്കെ ചരട് കെട്ട് നമ്മൾ മുടിച്ചിലിട്ടിട്ടല്ലേ കോവിലിൽ നിന്നെല്ലാം ജപിച്ച് കെട്ടുന്നത്. അതുപോലെ സ്പേസ് വിട്ട് നിങ്ങൾ മഞ്ഞ ചരടില് 9 മുടിച്ചില് ഇട്ട് വെച്ചോളുക. ഇത് ചെയ്ത ശേഷം അത് പേഴ്സിൽ വേണമെങ്കിൽ പേഴ്സിൽ വെക്കാം, ഇല്ലാച്ചാല് വരാഹിയമ്മയുടെ ഫോട്ടോ വീട്ടിൽ വച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിലിട്ട് വയ്ക്കാം എന്നെല്ലാം അമ്മ എനിക്ക് പറഞ്ഞു തന്നു. ഇതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് എന്താച്ചാല്, പ്രശ്നം നമുക്ക് ജാസ്തി ആയിരുന്നാല് തേങ്ങ വച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഈ തേങ്ങ വച്ച് ചെയ്യുന്നത് മീൻസ് വീട്ടിൽ കലശം വെച്ച് ചെയ്യുന്നതിന് ഈക്വലായ ഒരു ഫലം നമുക്കത് കൊണ്ടുതരും. കലശം വയ്ക്കാൻ കീഴെ മൊന്ത പാത്രമൊക്കെ വയ്ക്കണമല്ലോ, എന്നാല് ഇതിന് അത് വേണ്ട, സാധാരണയായിട്ട് തേങ്ങ വച്ച് ചെയ്യാം. വേറെ ഒന്ന് നിങ്ങൾ ഓർത്തോളുക, ഇത് വന്നിട്ട് പ്രോബ്ലം
കൈവിട്ടു പോകുന്നു എന്ന അവസ്ഥയിൽ ചെയ്യേണ്ടിയ പരിഹാരം. നമുക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ആ സിറ്റുവേഷനിൽ. നമുക്ക് ഇതേ ശരണം, വരാഹിയമ്മയെ ശരണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു പരിഹാരം. ചെറിയ കാര്യത്തിനൊന്നും ചെയ്യാൻ നിൽക്കരുത്. തേങ്ങ വച്ച് ചെയ്യുമ്പോൾ നല്ല ഒരു റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞാണ് അമ്മ എനിക്കിത് പകർന്നു തന്നത്. ഞാനും ഒരു 2-3 ടൈംസ് ട്രൈ ചെയ്തു. എന്നാൽ അതുപോലെ കാര്യം എനിക്ക് നടന്നു. എക്സാക്ട്ലി ഞാൻ എന്ത് ആണ് അവിടെ ആവശ്യപ്പെട്ടത്, എൻ്റെ എന്ത് കാര്യം നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, അത് അതേ പോയിന്റിൽ അതുപോലെ നടന്നു. സോ ഇത് എങ്ങനെ ചെയ്യണമെന്ന് പറയാം. ഒരു തേങ്ങ എടുത്തോളുക. തേങ്ങയുടെ കുടുമി വെട്ടിക്കളയരുത്. ഈ മേലോട്ട് പൊങ്ങി നിൽക്കുന്നില്ലേ, അതിനെയാണ് കുടുമി എന്ന് പറയുന്നത്. ഗോപി പോലെ ഇരിക്കുമില്ലേ, വേറെ പേരെനിക്കറിയില്ല. അതിനെ വെട്ടിക്കളയരുത്. ഞാൻ കാണിക്കുന്നുണ്ട്, അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ഈ തേങ്ങയുടെ മേലെ നമ്മൾ മഞ്ഞൾപ്പൊടി, അത് കുറച്ച് വെള്ളം ചാലിച്ച് കുഴച്ചിട്ട് മഞ്ഞൾ പൂശണം. നല്ല ശുദ്ധമായ വെള്ളത്തിൽ വേണം മഞ്ഞൾ ചാലിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് പൂശി എടുത്തിട്ട് കുങ്കുമം കൊണ്ട് പൊട്ട് തൊടണം. നെറ്റിയിൽ പൊട്ട് വയ്ക്കണ മാതിരി നിങ്ങൾ കുങ്കുമം നെറ്റിയിലോട്ട് വച്ചോളുക. ഇത് വരാഹിയമ്മയായിട്ട് സങ്കല്പിച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ശരിയാ? വേറൊന്ന്, ഈ വഴിപാട് ചെയ്യുമ്പോൾ നമ്മൾ ശുദ്ധമായിട്ട് തന്നെ ചെയ്യണം. നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും ഇത് ചെയ്യും മുന്നേ കഴിക്കരുത്. എന്നാൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് ഭക്ഷണം കഴിക്കാം. പിന്നെ പീരിയഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല. സോ ശുദ്ധബദ്ധമായിട്ടിരുന്ന് ചെയ്യേണ്ട ഒരു വിഷയമാണിത്. അതാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. നോൺ വെജ് കഴിക്കാതെ തേങ്ങ ഇങ്ങനെ ചെയ്ത് വയ്ക്കണം. മഞ്ഞൾ പൂശി വരാഹിയമ്മയ്ക്ക് കുങ്കുമത്തിൽ പൊട്ടെല്ലാം വെച്ച് നിങ്ങൾ ഇത് ചെയ്ത് വയ്ക്കുക. വരാഹിയമ്മയെ നല്ലതായിട്ട് പ്രാർത്ഥിച്ചോളുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്മയുടെ ശക്തി എന്താണെന്ന്. ഇരുന്ന ഇടത്തിലിരുന്ന് അമ്മയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചാലേ മതി. ഏകപ്പെട്ട ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ശരിയാ? അതിനാല് നല്ല മനസ്സോടെ നിങ്ങൾക്ക് എന്ത് ശരിയാവണമോ അത് മനസ്സിൽ കരുതി അമ്മയുടെ ഈ ഒരു നാമത്തെയും ചൊല്ലിക്കൊള്ളുക. നിങ്ങൾക്കൊരു വൈബ് തീർച്ചയായിട്ടും കിട്ടും. ഇത് അമ്മയുടെ ഒരു മന്ത്രമാണ്. സോ മനസ്സിൽ നല്ല പ്രാർത്ഥിച്ചിട്ട് ശരിയായ വിഷയം മാത്രം പ്രാർത്ഥിക്കുക. മഞ്ഞച്ചരടില് 9 മുടിച്ചിലിടണം. ഓരോ മുടിച്ചിലിടുമ്പോഴും അമ്മയുടെ ഈ മന്ത്രം നിങ്ങൾ ചൊല്ലണം. സാധാരണമായിട്ട് അമ്മയുടെ ഈ നാമം പറഞ്ഞ് ചെയ്യുക. ഞാനും ഇത് മാത്രമേ ചെയ്തുള്ളൂ. അമ്മയുടെ ആ മഹാമന്ത്രം, ആ നാമം ഇതാണ്. നോട്ട് ചെയ്ത് വയ്ക്കൂ. ഓം ഐം ഗ്ലൗം വീര്യനന്ദിതേ ശരണം. ഓം ഐം ഗ്ലൗം വീര്യനന്ദിതേ ശരണം. ഓം ഐം ഗ്ലൗം വീര്യനന്ദിതേ ശരണം. നിങ്ങളും ഇതുപോലെ ഓം ഐം ഗ്ലൗം വീര്യനന്ദിതേ ശരണം എന്ന് ചൊല്ലിയിട്ട് ഒരു 9 മുടിച്ചിലിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാല്, നമ്മള് മഞ്ഞ പൂശി വെച്ച തേങ്ങയില്ലേ, തേങ്ങയുടെ കഴുത്തില് മാലയായി ചുറ്റിച്ചിട്ടോളുക. തേങ്ങയെ വരാഹിയമ്മയായി സങ്കല്പിച്ച് അമ്മയ്ക്ക് മുടിച്ചിലിട്ട മാല ചാർത്തുക. ശരിയാ? 9 മുടിച്ചിൽ മതി. ഇത് നിങ്ങൾ ചെയ്ത് വച്ചാലേ മതി. 9 മണിക്കൂറിനുള്ളില് നിങ്ങൾക്കൊരു ആൻസർ കിട്ടിയിരിക്കും. എനിക്കത് നടന്നു. അതിനാലെയാണ് 9 hours എന്ന് ഞാൻ പറയുന്നത്. ഗുരുപത്നി അമ്മ എന്നോട് പറഞ്ഞത്, നീ ഇത് ചാർത്തിയിട്ട് ടൈം നോട്ട് ചെയ്ത് വച്ച് നോക്കിക്കൊള്ളുക. എത്ര നേരത്തില് നടക്കുന്നു എന്ന് മാത്രം നീ നോക്കിക്കൊള്ളുക. 9 മുടിച്ചിലിട്ട് ടൈം നോക്കിക്കോ നീ എന്ന് പറഞ്ഞ് സത്യമായിട്ടും എനിക്ക് ആശ്ചര്യമായിരുന്നു. നമ്മള് ഏതെങ്കിലും ഒരു വിഷയത്തിന് വന്ന് മനസ്സ് സങ്കടമായിരുന്നാല് ഏതോ ഒരു വിഷയം നടക്കും. അങ്ങനെയെല്ലാം നമ്മൾ കേട്ടിട്ടേ ഇരിക്കുമ്പോൾ ആ വിഷയം
തനിയാ നടന്നു കിട്ടും. അമ്മയെ വിശ്വസിച്ചിട്ട് ചെയ്യുമ്പോൾ അത് തനിയെ നടക്കുമ്പോൾ ആ നിമിഷം വന്നിട്ട് നമ്മൾ വരാഹി അമ്മയെ ഉണരാൻ പറ്റും. അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു വിശ്വാസം അത് നമ്മൾക്ക് കഠിനമാകും. നമ്മൾ പറയുന്നത് അമ്മയുടെ കാതിൽ വീഴുന്നുണ്ട്. നമുക്ക് വേണ്ടി അമ്മ ഇത് ചെയ്തു തരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ അമ്മയ്ക്കും നമ്മൾക്കും ഇടയ്ക്കിരിക്കുന്ന ബോണ്ട് വന്നിട്ട് ഇന്നും സ്ട്രോങ് ആവും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു ഫ്രണ്ടിന് 50,000 പണം കൊടുത്തു എന്നത്. ഞാൻ ഇത് ചെയ്ത് വച്ചിട്ട് ഇരുന്നു. അവര് എനിക്ക് അന്ന് വൈകിട്ട് തന്നെ കോൾ ചെയ്തു. എന്നിട്ട് അവര് പറഞ്ഞു, അയ്യോ ആവശ്യത്തിന് നീ എന്നെ സഹായിച്ചു, സോറി, എന്നോട് പ്രോബ്ലംസിൽ എനിക്കത് തരാൻ പറ്റിയില്ല. എനിക്ക് എപ്പോഴും പ്രശ്നം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. അത് എപ്പോ തീരുമെന്നോ ഒന്നും എനിക്ക് അറിയില്ല. നീ എന്നെ സഹായിച്ചു. നാളെ തന്നെ ഞാൻ നിനക്ക് ആ എമൗണ്ട് തരാം. വേറൊരു ആവശ്യത്തിന് വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് ഒരു എമൗണ്ട് വെച്ചിട്ടുണ്ട്. നിന്റെ എമൗണ്ട് ഞാൻ നാളെ തന്നെ തരാം എന്നാണ് അവരെന്നോട് പറഞ്ഞത്. എനിക്ക് സത്യമായിട്ട് എന്ത് പറയണമെന്നേ അറിയില്ല. ഞാൻ പറഞ്ഞു, വേണേല് വച്ചുക്കോ, കുഴപ്പമില്ല, പിന്നെ മതി എന്ന്. ബട്ട് അവർ ഇല്ല, നിനക്ക് തിരിച്ചു തരണം. നെക്സ്റ്റ് ഡേ തന്നെ ആ പണം 50,000 ഒന്നിച്ചേ അവര് എനിക്ക് എടുത്തിട്ട് വന്ന് തന്നു. എന്നോട് അവര് സോറി പറഞ്ഞു. നീ എനിക്ക് ഹെൽപ്പ് ചെയ്തത് എനിക്ക് മറക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വരാഹി അമ്മയെ തുണ എന്ന് പറഞ്ഞ് ക്യാഷ് എനിക്ക് തിരിച്ചു തന്നു. ആ സമയത്ത് ഞാൻ വരാഹി അമ്മയോട് സങ്കടപ്പെട്ടത് എനിക്ക് ഓർമ്മ വന്നു. എന്നോട് ഫ്രണ്ട് എന്നോട് സങ്കടപ്പെട്ടു. ആ സിറ്റുവേഷൻ നോക്കിയപ്പോൾ എല്ലാം ശരിയാവുമെന്ന് എനിക്ക് ഒരു ശുഭാപ്തി വിശ്വാസം. അങ്ങനെ ഒരു കാര്യം നടന്നു. അതിനാല് നിങ്ങൾ ഏതെങ്കിലും ഒരു മുഖ്യമായ വിഷയം നടക്കണം എന്ന് കരുതിയാല് ഇത് ജസ്റ്റ് 1 ടൈം നിങ്ങൾ ചെയ്ത് വച്ചാലേ മതി. ഇനി ഈ തേങ്ങ വന്നിട്ട് ഒരു 3 ദിവസം വീട്ടില് പൂജ അറയിൽ തന്നെ വയ്ക്കണം. 3 ദിവസം ചരടും വന്നിട്ട് കഴുത്തിലേ ഇട്ടിരിക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണച്ചാല് തേങ്ങ എടുത്ത് കുക്ക് ചെയ്തോളുക. അത് വെജ് മാത്രമേ ചെയ്യാവൂ. അത് ഇനിപ്പോ കാരമോ മീൻസ് മധുരമുള്ളതോ എരിവുള്ളതോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളുക. മുടിച്ചിലിട്ട് വെച്ച മഞ്ഞച്ചരട് നിങ്ങൾ ഒന്ന് പൊതിഞ്ഞു വെച്ചേക്കുക. പൂജയറയിൽ തന്നെ വെക്കുക. 9 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇത് നല്ല ബലത്തെ കൊണ്ടുതരും. ഒത്തിരി പവർഫുൾ ആയിട്ട് ഇത് നടക്കും. നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്നേ ഉള്ളൂ. ഞാന് വരാഹി അമ്മയെ ഒത്തിരി പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ് ഇത് ചെയ്തത്. എനിക്ക് അതിനുള്ള ബലവും കിട്ടി. സോ നിങ്ങളും ചെയ്ത് നോക്കിക്കൊള്ളുക. നിങ്ങൾക്ക് കാര്യം നടന്ന ശേഷം ഈ ചരടെടുത്ത് നിങ്ങൾ ഒഴുകുന്ന വെള്ളത്തിൽ കളയണം. വെള്ളത്തിൽ തന്നെ ഇടണം. വേസ്റ്റില് ഒന്നും ഇടാൻ പാടില്ല. കാൽപ്പെടാത്ത ഇടത്തിലും ഇടാൻ പാടില്ല. ഓടുന്ന വെള്ളത്തില് തന്നെ നിങ്ങളിത് ഇട്ട് എറിഞ്ഞു കളയുക. നിങ്ങൾക്ക് തീർച്ചയായും ഇതിന് ഒരു നല്ല ബലം കിട്ടിയിരിക്കും. എനിക്ക് തീർച്ചയായും പറയാൻ പറ്റും. സോ നിങ്ങള് ഭദ്രമായിട്ട് ഒരു കവറിൽ ഇട്ട് വെച്ച് ആ നൂല് നിങ്ങളുടെ ആവശ്യം നടന്നതിന് ശേഷം മാത്രം വെള്ളത്തിൽ ഒഴുക്കി വിടുക. നിങ്ങൾക്ക് ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഇരുന്നാല് എപ്പോ വേണമെങ്കിലും ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ചുമ്മാ ഒരു ടൈം മനസാലെ കരുതി മുടിച്ചിലിടുമ്പോൾ അമ്മയുടെ പേര് ചൊല്ലണം. ഓം ഐം ഗ്ലൗം വീര്യ നന്ദിതേ ശരണം. ഇത് ചൊല്ലിയിട്ട് അങ്ങനെ കെട്ടി തേങ്ങയുടെ കഴുത്തില് ഇട്ടോളുക. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടിയിരിക്കും. പറഞ്ഞതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.